ഉദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും. കണ്ട, നിന്നും ഇരുന്നും കടന്നും അങ്ങനെ ഓർക്കുക അല്ലാഹ്, നല്ലോണം ചെല്ലുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 313 ലാ ഇലാഹ ഇല്ലല്ലാഹ് കടക്കട്ടെ എന്ന്. അതുപോലൊരു 100 സ്വലാത്തും. എന്നാൽ ദിക്റ് ചൊല്ലിയാൽ എന്തുണ്ട്? ഒരുപാട് ഫലമുണ്ട് എന്ന് ഇപ്പം നമ്മൾ കുറേ കേട്ടതാ. സലാത്ത് ചൊല്ലിയാലോ? സലാത്ത് ചൊല്ലിയാലും ഉണ്ട്. ഒരു തുണ്ട്, ഒറ്റ തുണ്ട്. മൻ സല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ വമൻ സല്ലാ അലയ്യ അശ്റൻ സ്വല്ലല്ലാഹു അലൈഹി മിഅതൻ വമൻ സല്ലാ അലയ്യ മിഅതൻ സ്വല്ലല്ലാഹു അലൈഹി അൽഫാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 സലാത്ത് ചൊല്ലും. ആരെങ്കിലും എൻ്റെ മേൽ 10 സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 100 സലാത്ത് ചൊല്ലും. ആരെങ്കിലും എൻ്റെ മേൽ 100 സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 1000 സലാത്ത് ചൊല്ലും. നമ്മൾ സലാത്ത് ചൊല്ലാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് സലാത്ത് ചൊല്ലാൻ എന്താ അതിന് വേന? അള്ളാഹു നിഅമത്ത് ചെയ്യുക, അള്ളാഹു ഗുണം ചെയ്യുക. അപ്പം 100 സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ 1000 ഗുണം അള്ളാഹു നമുക്ക് നൽകും. സുബ്ഹാനല്ലാഹ്. അതല്ലേ ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ ചില പഴയ ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ റബീഉൽ അവ്വൽ തീരോളം പോലെ പിന്നെ വല്ലാതെ അതീതിയും പോയിരിക്കാനും സംസാരിക്കാനും കിട്ടൂല. എന്താ? ഓല് ചെല്ലന്നെ 1,00,000 സ്വലാത്താണ്ടിയല്ല. വെറും കൊമ്പനെ അറുത്ത് ചെമ്പിൽ വരട്ടി തേങ്ങാച്ചോറും വെച്ച് തിന്ന മാത്രമല്ല. അത് നല്ലതാണ്, കഴിച്ചോളി, വേണ്ടെന്നല്ല. പക്ഷെ അതോടൊപ്പം 1,00,000 സ്വലാത്ത് ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ ചെല്ലും. അങ്ങനെ ഒരു 10 കൊല്ലം ഇവിടെ ജീവിച്ചിരുന്നാലോ 10,00,000 സ്വലാത്തോൻ ചൊല്ലി. പത്രത്തിൽ വന്നോളണമെന്നൊന്നുമില്ല, മനോരമ കണ്ടോളണം അറിഞ്ഞോളണമെന്നൊന്നുമില്ല. അതറിയേണ്ടവനാരാണ്? അവൻ്റെ ഉടമയാണ്, ഉടമാറി. അങ്ങനെ 10 കൊല്ലം ഇവിടെ ജീവിച്ചാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്ത്? അവൻ ഇവിടെ നിന്ന് പോകുന്നത് 1 കോടി നിയമത്തേറ്റാ. 10 വർഷം ജീവിക്കുമ്പോൾ 10,00,000 സലാത്തോൻ ചൊല്ലി. അതിനിരട്ടി അല്ലാഹു തആല നൽകുന്നത് 1 കോടി നിയമത്താ. അല്ലല്ലാ, 1 കോടി നിയമത്ത് കൊണ്ട് മരിക്കാൻ പോയാൽ അസ്റായിലിൻ്റെ മുമ്പിൽ പേടിക്കണ്ടോ? അതും എന്ത് നിയമത്ത്? അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേൽ ചൊല്ലിയ സ്വലാത്തിന് പ്രതിഫലമായി അള്ളാഹു നൽകിയ നിയമത്ത്. ആ 1 കോടി നിയമത്തിൽ പൊതിയപ്പെട്ട നിലയിൽ അവൻ അസ്റായിലിൻ്റെ അരികിൽ മരണത്തിലേക്ക് ചെന്നാൽ അവനിക്ക് പേടിക്കേണ്ടതില്ല. ഖബറിലേക്ക് ചെല്ലുമ്പോൾ മുങ്കറിനെ കീറിനെ പേടിക്കേണ്ടതില്ല. മഹ്ശറയിൽ അവൻ വരുമ്പോഴും മുതലാളിമാരുടെ കൂടെ അവനിക്ക് അണിനിരന്നു പോവാം. സലാത്ത് കുട്ടികളോട് നമ്മൾ ചെല്ലിക്കാണിടാ, സലാത്ത് ചെല്ലിക്കാണി എന്ന് പറയും. ഈ വലിയോലോ ഒരോട് ചെല്ലൂല. പര ചെല്ലേണ്ടത് എല്ലാവരും ചെല്ലണം. എത്ര സാധിക്കുക അത്രയും ചെല്ലാം. അതിനൊരു ചെറിയൊരു വഴി എന്താ? ഒരു ദിവസം ഒരു 10 മിനിറ്റ് ദിക്റിന് നീക്കുക, ഒരു 10 മിനിറ്റ് സ്വലാത്തിനും നീക്കുക. 10 മിനിറ്റൊക്കെ നീക്കി വെച്ചിട്ട് എന്താ? നാളെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക്. 9:10 കിടക്കാൻ നേരത്ത് ഭക്ഷണം കഴിച്ച് നേരെ ഇരിക്കുമ്പോൾ കുട്ടികളും ഭാര്യയും പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടോയോടുകൂടെ വേഗം ഒരു മാലയും പിടിച്ച് പടിഞ്ഞാട്ടും തിരിഞ്ഞ് നിന്നിട്ട് ചെല്ലേ. വാച്ചിൽ കൊന്നിങ്ങനെ നോക്കുമ്പോൾ 9:10 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല ചെല്ലി നല്ലോണം ചെല്ലി 10 മിനിറ്റ് കഴിഞ്ഞപ്പോടെ മാല 10 മറിക്കൽ അല്ലാ പടച്ചോനെ നോക്കും. ഇതെന്താപ്പത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മറിച്ചിട്ട് 3 പ്രാവശ്യം മറിച്ചു. വാച്ചിലേക്ക് നോക്കുമ്പോൾ 9:20 10 മിനിറ്റ് 300 ചില്ലാന ദിക്റ് ചൊല്ലിക്കണം. എത്ര സമയം? വെറും 10 മിനിറ്റ്. 9:10 തുടങ്ങി 9:20 ആയപ്പോഴത്തേന് മാല 3 റൗണ്ട് മുറിച്ചു. അപ്പം ഇയാൾ പറഞ്ഞത് തെറ്റല്ലല്ലേ? എന്നാ സലാത്തൊന്നും ഇല്ലയോക്ക? വാശിയിൽ നോക്കുമ്പോൾ 9:20 തുടങ്ങി. സലാത്തു താജല്ല, സലാത്തു നാരിയത്തല്ല, തിബുൽ ഖുലൂബല്ല, വേറൊന്നുമല്ല. സാദാ സലാത്തു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലി ഒരു മാല 100 മണി പൂർത്തിയായിട്ട് വാച്ചിലിങ്ങനെ നോക്കുമ്പോൾ ചങ്ങായി ഈ തിരക്കേടില്ലല്ലോ. എത്ര? 9:30 ആകുക.
അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? 300-ൽ പരം ദിക്ർ ചെല്ലാം. 10 മിനിറ്റ് കൊണ്ട് 100-ൽ പരം സ്വലാത്തും ചെല്ലാം. അങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഒന്നിങ്ങനെ കൂട്ടി നോക്കിയാൽ മതി. എന്നാലോ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിയും തോറും ഈ ദിക്റിനോടും സ്വലാത്തിനോടും അതിൻ്റെ ഉടമകളോടും നമുക്ക് വല്ലാത്ത അല്ലാ, ഈ എത്ര നല്ല അല്ലേണല്ലാ.